സഭയുടെ ശുശ്രൂഷകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ദൈവവചന പഠനത്തിനും ദൈവ പുസ്തകങ്ങളിലൊക്കെ എഴുതുന്നതിനുമൊക്കെയായി സമയം ചെലവഴിച്ച് ഇന്ന് ഭവനത്തിലായിരിക്കുന്നു. 74 വയസ്സ് കഴിഞ്ഞു. മാധവം കൊണ്ട് കുടുംബമായി ആരോഗ്യത്തോട് ബലത്തോടെയായിരിക്കും. എനിക്ക് 5 സഹോദരിമാരും ഒരു സഹോദരനും. 4 സഹോദരിമാരെ കുടുംബിനികളായി. ഒരു സഹോദരിക്ക് ചെറുപ്പത്തിലെ പോളിയോ വന്നതുകൊണ്ട് കുടുംബിനിയാകാൻ കഴിഞ്ഞില്ല. ഇളയ സഹോദരനുണ്ട്. അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ചെയ്തുകൊണ്ട് ആയിരിക്കുന്നു. താമസത്തിന് അവനും കുടുംബത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് വഴിയൊരുക്കുന്നു. ഞാൻ കർത്താവിന്റെ വേലയിൽ മടങ്ങി വന്നത് ഒരിക്കൽ പോലും സുവിശേഷ പ്രവർത്തനം എനിക്കിഷ്ടമല്ല. സാമൂഹിക പ്രവർത്തനം എനിക്കിഷ്ടമായി. എല്ലാവരും സഹായിക്കാനുള്ള സന്മനസ്സും ഉണ്ടായി. എന്നാൽ സുവിശേഷ വേല ഒരിക്കലും ഇഷ്ടമായി. പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ദൈവം എന്നോട് സംസാരിച്ചത്. ദൈവത്തോട് പറഞ്ഞു, വല്ല മറ്റാരെങ്കിലും എടുത്താൽ മതി, ഞാൻ അതിനകത്തില്ല എന്ന് ദൈവത്തോട് പറഞ്ഞു. എനിക്ക് കുറച്ച് സാവകാശം ദൈവം തന്നു. നിന്റെ ഇഷ്ടപ്രകാരം എന്റെ ഇഷ്ടപ്രകാരം പോകുക. സർവകലാശാല വിദ്യാഭ്യാസം നേടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ജോലിയുടെ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. ഒരു അക്കൗണ്ടന്റായി ജോലി ലഭിച്ചു. ജോലി തുടരുമ്പോൾ കർത്താവ് വീണ്ടും എന്നോട് എന്ത് ചെയ്യുക, ഇടപെടുവാനായിട്ടുണ്ട്. എന്നെ കർത്താവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. എന്റെ തിങ്കിങ് പാറ്റേൺ, എന്റെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുവാനുള്ള എന്റെ കഴിവുകൾ, ഇതെല്ലാം കർത്താവ് ഓരോ തരത്തിൽ മാറ്റി മാണിച്ചു. അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എന്റെ വേലയ്ക്കായി തന്നെ പോകുന്നു. ഞാനൊരു ബൈബിൾ സ്കൂൾ അഡ്മിഷൻ തീരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അയച്ചത്. ദൈവത്തിന് അഡ്മിഷൻ ലഭിച്ചു. ഞാൻ വീട്ടിലോട്ട് എഴുതി ഞാൻ ബൈബിൾ സ്കൂളിൽ പോകണം. എന്റെ പിതാവിന്റെ പ്രയാസത്തിൽ ആ സമയത്ത് എനിക്ക് MBA അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കാലമാണ്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഈ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MBA കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്കാം. ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് സാമ്പത്തികമായി വളരെ ഞെരുക്കമാണ്. പിതാവൊക്കെ സന്തോഷിച്ചിരുന്നപ്പോഴാണ് കേൾക്കുന്നത്, ബൈബിൾ കോളേജിൽ നിന്ന് എന്റെ അടുത്ത് എടുത്ത് വിളിച്ചത്. പ്രയാസം തോന്നി. എന്നാൽ കാലക്രമേണ ദൈവം വിശ്വസ്തനാണ്, തന്റെ വിളിയിൽ എന്ന് പ്രൂഫ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ എന്റെ പിതാവോട് ഒരിക്കൽ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് 2 പേർ വിളിച്ചു. ആദ്യമായിട്ടാണ് എന്റെ പിതാവ് കണ്ണീരൊഴുക്കുന്നത് ഞാൻ കാണുന്നു. ഒരു റഫ് മനുഷ്യൻ. ഒരു ചെറിയ സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒന്നും തന്നെ തന്റെ ഹൃദയത്തെ ബാധിക്കുന്നു. അന്ന് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ദുഃഖിച്ചിരുന്നു. എന്റെ മകൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് പോകുമ്പോൾ പ്രയോജനം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വൈമുഖ്യമുണ്ടായിരുന്നുവെന്ന്. അന്ന് അദ്ദേഹം കരയുവാനിടയായി എന്ന് പറഞ്ഞു. ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയുവാനായി കഴിയുന്നത്, എന്റെ കർത്താവ് സകലത്തിനും എന്നോട് വിശ്വസ്തത കാണിച്ചു. സകല കാര്യത്തിനും എന്നോട് വിശ്വസ്തത കാണിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ നിന്റെ വേലയ്ക്ക് പുറപ്പെട്ട ടേക്ക് കെയർ ഓഫ് മൈ സിസ്റ്റർ. രാവിലെ കൊടുക്കാതൊക്കെ പറയുന്നത് വലിയ പ്രയാസമായിരുന്നു. കർത്താവിനെ ഒരു സ്വപ്നം കാണിച്ചു. ഞാനെല്ലാം കൂടെ കൂട്ടി വെച്ചതെല്ലാം കൂടെ അടുത്തരവും കുറച്ചെടുത്തെടുത്ത് എല്ലാം കൂടെ വീണു. ഒന്നുമില്ലാത്ത അവസ്ഥ. ഞാനതിന് പഠിച്ച് എനിക്ക് സാധിക്കില്ല. ദൈവം ഓരോന്നോരോന്നായി അതിന്റെ തക്ക സമയത്ത് ചെയ്ത് അവൻ വിശ്വസ്തനെന്ന് ജീവിതത്തിൽ അവൻ കാട്ടിത്തന്നു. അവനെ കുറയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ 1988 കല്യാണം കഴിച്ചു. ഞാൻ 89 എനിക്ക് വിദേശത്ത് പോകാൻ കർത്താവ് വഴി തുറന്നു. 89 ഞാൻ ഇവിടുന്ന് US പഠനാർത്ഥം കടന്നുപോയി. 2003 അവസാനം വരെയും അവിടെ ആയിരിക്കാൻ കർത്താവ് പഠിക്കുവാൻ, ദൈവവചനം പഠിപ്പിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം സാധിക്കുന്നു. 2003 ഞാൻ മടങ്ങി വന്നു. അതിനുശേഷം ന്യൂഡൽഹിയിൽ കർത്താവിന്റെ വേദിയിൽ അയക്കുകയായിരുന്നു. അങ്ങനെ കർത്താവ് കുടുംബമായി ഇവിടെ ഒരുപാട് വഴിയൊരുക്കി. എന്റെ പ്രിയ സഹോദരി കേരളത്തിലെ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. മോൻ 9 വയസ്സാകുന്നു, മോൾക്ക് 4 വയസ്സാകുന്നു. മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോളെ സ്കൂളിൽ പോയി തുടങ്ങിയില്ല. ഇതാണ് കുടുംബം, ഇതാണ് ജീവിതം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനാണ്. അല്പസമയത്ത് ചിന്തയ്ക്കായി ഒരു ഭാഗം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അതിന്റെ 2ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളും, അതിന്റെ 4ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളും വായിക്കും. Book of Acts, chapter 2, verse 42 to 47, and chapter 4, 32 to 36. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ച
ഒരുമിച്ചിരുന്ന സകലവും കൊണ്ടുവകയെ നീട്ടുകയും ജന്മഭൂമിയിൽ വസ്തുക്കൾ വിട്ട് ആവശ്യമുള്ളതുപോലെ ഒരു ദൈവാലയത്തിൽ കൂടിവരികയും ഉല്ലാസവും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നുണ്ട്. അതിന്റെ ഇത് 4-ാം അധ്യായമാണ് വായിച്ചത്. 4-ാം അധ്യായം 37 മുതൽ 36 വരെയുള്ള മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷി പറഞ്ഞു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവരായും അവരുണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായൊക്കെയും അവയെ വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. ഇതിന്റെ ഓരോരുത്തരും അവരുടെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. മതി കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം എങ്ങനെ സഭ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ടായി. ദൈവത്തോട് നിരന്തരമായ ഒരു ബന്ധവും അതോടൊപ്പം തന്നെ ആ ബന്ധത്തിന് യാതൊരു വിഘ്നവും വരാതെ സഹ മനുഷ്യനോട് ഒരു ബന്ധവും, അതുപോലെ തന്നെ അവൻ അധിവസിക്കുന്ന ഭൂമിയിൽ ഈ 2 ബന്ധങ്ങൾക്ക് മാറ്റം വരാതെ അവൻ അധിവസിക്കുന്ന പ്രകൃതിയോട് ആ ഒരു ബന്ധവും ഉണ്ടായിരിക്കണം എന്ന്. ഈ 3 ബന്ധങ്ങളും ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമൈതങ്ങളായി ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഭൂമിയിലെ സമ്പത്തും ധനവും അനുഭവിച്ച് ദൈവത്തിന് മഹത്വമായി തീരുവാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ പാപം ഈ ബന്ധത്തെ താറുമാറ് കളച്ചു. സകലത്തെയും പാപം തച്ചുടച്ചു. മനുഷ്യന് സൃഷ്ടികളുടെ മേലുള്ള അധികാരം, അവന് ഡൊമിനിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവനതിനെ ഡിസ്ട്രക്ഷൻ ആക്കിക്കളഞ്ഞു. പ്രകൃതിയെ യാതൊരുവിധ മാന്യതയും കൽപ്പിക്കാം. അതിനെ തക്ഷണം അതിനെ തകർത്തുകളെ ചെയ്തു. മനുഷ്യന് മനസ്സായി. അതിന്റെ അനന്തര ഫലത്തിലേക്കാണ് 21ാം തലമുറ എത്തപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയെ ദൈവം കൽപ്പിച്ച, ദൈവം നമുക്ക് അനുവദിച്ചു തന്ന അധികാരത്തിനപ്പുറത്ത് കടന്ന് നശിപ്പിച്ചതിന്റെ അനന്തര ഫലമാണ് വരും തലമുറയും അനുഭവിക്കുന്നത്. അത് ഭയാനകമായിരിക്കും. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിനോവിംഗ് ഫിനോമിന. ഉപ്പ് നഷ്ടപ്പെട്ട സമൂഹത്തിൽ രസമായി തീരേണ്ടതിനാണ് കർത്താവ് തന്റെ സഭയെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്താം. ദൈവ പൈതലായി ഒരു വ്യക്തി ജീവിക്കാൻ കഴിയാത്ത കാലത്തോളം അവന്റെ നാമം ദൈവപൈതലെന്നോ ക്രിസ്റ്റഫറെന്നോ ക്രിസ്റ്റോസെന്നോ ഫെർണാണ്ടസ് എന്നോ എന്ത് തന്നെ ഇട്ടാലും ദൈവസഭയിൽ യാതൊരു വിലയും ഉണ്ടായിരിക്കുകയില്ല. സുവിശേഷ പ്രവർത്തനം നിർത്തിവെക്കുന്ന സഭ നാമത്തിൽ സഭയായി തുടരാം, പർപ്പസിൽ സഭയായി തുടരുന്നില്ല. കർത്താവിന്റെ വചനപ്രകാരം സുവിശേഷ പ്രവർത്തനത്തിൽ ദൈവദാസന് മാത്രമല്ല കൂട്ടായ്മ സകല ദൈവത്തിന്റെ മക്കൾക്കും ഹൃദയത്തിൽ വളർന്ന രക്ഷിതാവിന്റെ രക്ഷയുടെ അനുഭവം പ്രസിദ്ധപ്പെടുത്തുവാൻ ഒരു കൊലപാതകം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ധനം മാത്രം പോരാ. ധനം എടുക്കാമെന്ന് കരുതുന്നവരുണ്ടാകും. ധനം മാത്രം ധനം